ഇന്ന് ഞാൻ ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഞാൻ കുഞ്ഞിൽ നടന്നൊരു കഥയാണ് പറയാൻ പോകുന്നത്. എൻ്റെ അച്ഛൻ എല്ലാ ദിവസവും വെളുപ്പിന് 5 മണിക്ക് 4:30 ഏക്കും കുളിച്ച് ഞങ്ങളുടെ അവിടെ ഒരു യക്ഷിക്കാവുണ്ട്. യക്ഷിക്കാവിൽ ചെന്ന് യക്ഷിയമ്മേനെയും കുളിപ്പിച്ച് യക്ഷിയമ്മക്ക് പൂവൊക്കെ വെച്ച് വീട്ടിൽ വന്ന് വീട്ടിൽ കയറി ഞങ്ങൾക്കൊരു സുദർശനം ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. ആ സുദർശനമൊക്കെ കുളിപ്പിക്കും. കുഞ്ഞു മുന്തയുണ്ടായിരുന്നു. ആ മുന്തക്കകത്ത് അത് വെള്ളം കോരിക്കൊണ്ട് വന്ന് അച്ഛൻ ദിവസവും സുദർശനമൊക്കെ കുളിപ്പിക്കും. എന്നിട്ട് ലക്ഷ്മി ഇതിനെ വിളിക്കും, വിഘ്നേശ്വരനെ വിളിക്കും. പക്ഷെ അന്ന് ആ പ്രായത്തിൽ എനിക്ക് വിഘ്നേശ്വരൻ ആരാണെന്നോ അല്ലെങ്കിൽ ലക്ഷ്മി ആരാണെന്നോ അതൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ എല്ലാ ദിവസവും സുദർശനമൊക്കെ കുളിപ്പിച്ച് വിളക്കുമൊക്കെ കത്തിച്ചും ദിവസവും ഗോവിന്ദനെ വിളിക്കും, അതുപോലെ നാരായണനെ വിളിക്കും. അപ്പം ദിവസവും അച്ഛൻ നാരായണനെ വിളിച്ച് തല തിണ്ണെ കൊണ്ടുപോയി ഇടിക്കും, ഗോവിന്ദനെ വിളിച്ച് തല തിണ്ണെ കൊണ്ടുപോയി ഇടിക്കും. അപ്പം എനിക്കൊരു സംശയം വന്നു, അച്ഛൻ ദിവസം എന്തിനാണ് ഈ നാരായണനെയും ഗോവിന്ദനെയും വിളിക്കണം? അപ്പോൾ പല പ്രാവശ്യം ഇതായി എനിക്ക് സംശയം കൂടുതൽ മൂർജിച്ച് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്തിനാണ് ദിവസവും ഈ ഗോവിന്ദനെയും നാരായണനെയും വിളിച്ച് തലയിടിച്ച് സങ്കടങ്ങളൊക്കെ പറയണത്? അച്ഛൻ എന്തിനാണ് സങ്കടം പറയണത്? നേരിട്ട് എന്നങ്ങോട്ട് പറഞ്ഞാൽ പോരെ, നമുക്ക് ആ പരിചയമുള്ള ആളല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പം ഈ വിളിക്കണത് ആരെയാണ്? ഞങ്ങളുടെ ഒരു ഇളയച്ചനുണ്ട്, ഗോവിന്ദൻ ഇളയച്ചനും നാരായണൻ ഇളയച്ചനും. അപ്പോൾ അവരെയാണ് അച്ഛൻ വിളിക്കണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ പോയത്. എനിക്കറിയില്ലല്ലോ ഭഗവാനെയാണ് വിളിക്കണമെന്ന്. പക്ഷേ ഇപ്പം എനിക്കറിയാം ലക്ഷ്മി ആരാണെന്നും ഗോവിന്ദൻ ആരാണെന്നും വിഘ്നേശ്വരൻ ആരാണെന്നും നാരായണൻ ആരാണെന്നും എല്ലാം എനിക്കറിയാം. അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു, മകനെ, അതെ, ഞാൻ വിളിക്കണത് ഗോവിന്ദൻ ചിറ്റപ്പനെ നാരായണൻ ചിറ്റപ്പനെ അല്ല. 7-ാം കടലിൽ പാൽക്കടലിൽ അനന്തശയനത്തെ മഹാവിഷ്ണു എന്നൊരു ഭഗവാനുണ്ട്. ആ ഭഗവാനെയാണ് ഞാൻ വിളിക്കണത്. അപ്പോൾ അങ്ങനെ എനിക്ക് അന്ന് അച്ഛൻ മനസ്സിലാക്കി തന്നു, ഭഗവാനെയാണ് വിളിക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തന്നു. പക്ഷെ ആ 7-ാം കടലും ഭഗവാനും അനന്തശയനവും ഇന്നും ഞാൻ എൻ്റെ മനസ്സിൽ പൂജിക്കണുണ്ട്. ഞാൻ ചില സമയത്ത് കണ്ണടക്കുമ്പോൾ ഭഗവാനെ കാണാറുമുണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിരിയ അതൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ ഞാനും ഇന്ന് രാവിലെ എല്ലാ ദിവസവും ഭഗവാനെയൊക്കെ തൊഴും. പിന്നെ എന്താ പറയുക? പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതെല്ലാം എൻ്റെ അച്ഛൻ ചെയ്തെങ്കിലും ഒരു നിമിഷം പോലും എൻ്റെ അച്ഛന് പായെ കിടക്കേണ്ട ഒരവസ്ഥ ഞാൻ കണ്ടില്ല. എൻ്റെ അച്ഛൻ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുകയായിരുന്നു. അതിൽ വലിയ അച്ഛൻ പോയതിൽ വലിയൊരു ദുഃഖം ഉണ്ടെങ്കിലും അച്ഛൻ അങ്ങനെ